ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPI നേതാവ് N വാസുവും പുറത്തേക്ക്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടതിനാൽ മറ്റു പ്രതികളെ പോലെ സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും. എങ്കിൽ ഇന്ന് തന്നെ വാസുവിനെ പുറത്തിറങ്ങാം. ദേവസ്വം ബോർഡ് മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നതിനാൽ കുറ്റപത്രം വേഗത്തിലാക്കാനാണ് SIT നീക്കം. നാളെ സന്നിധാനത്തെത്തി പാളികളുടെ സാമ്പിൾ വീണ്ടും ശേഖരിക്കും. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. പ്രസാദ്, പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുകയാണ്. പ്രധാന പ്രതികളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. SITക്ക് വീണ്ടും വീണ്ടും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള SIT നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? കനത്ത തിരിച്ചടിയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരിടുന്നത് എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇറങ്ങിപ്പോയി. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന, അതായത് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന N വാസു കൂടി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. 10 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ A പത്മകുമാർ ഉൾപ്പെടെ ഇതുപോലെ സ്വാഭാവിക ജാമ്യത്തിന് അർഹത നേടുമെന്ന് തന്നെയാണ്. സ്വാഭാവികമായി A പത്മകുമാറും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം അത്ര പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. N വാസു നമുക്കറിയാവുന്നതുപോലെ തിരുവാഭരണം കമ്മീഷണറായിരുന്നു. അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു. N വാസുവാണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണ്ണപ്പാളികൾ, അത് ചെമ്പ് പാളികൾ, ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. വാസു സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയുമായി പോയി. സ്വർണം കട്ടയാൾക്ക് ജാമ്യമില്ല, അയ്യപ്പന്റെ സ്വർണം കട്ടയാൾക്ക് ജാമ്യമില്ല എന്നായിരുന്നു കോടതിയിൽ നിന്നുണ്ടായത്. N വാസു ഹൈക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്ന സമയത്ത് വിചിത്രമായ ഒരു വാദം കൂടി N വാസു ഉന്നയിച്ചത് വലിയ വിവാദമായിരുന്നു. അതായത് 1998 വിജയ് മല്യ ശബരിമലയിലെ ഈ ഭാഗങ്ങളെല്ലാം സ്വർണം പൊതിഞ്ഞതിന് എന്ത് രേഖകളാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ചുരുക്കത്തിൽ ഈ പ്രതികളെല്ലാം നാളെ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും അവർ തേടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് തന്നെ N വാസു പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹത നേടുന്നു. പിന്നീട് തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ഇതുപോലെ 90 ദിവസം പൂർത്തിയായതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.